ആരാണോ എതിരാളി, ആ എതിരാളിയുടെ ഇമേജ് തകർക്കാനുള്ള വളരെ വ്യാപകമായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ മുഴുവൻ നേതാക്കളെല്ലാം ഒരുപാട് പറഞ്ഞു നുണ 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 എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ വന്നു. അത് അത്തരം തന്ത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ആളുകൾ, കേരളത്തിലെ ജനങ്ങൾ പിന്നെ പ്രബുദ്ധരായ ആളുകളാണ്. അത്രത്തോളം ഒന്നും ഒരു തവണ ഓക്കെ, 2 തവണ ഇപ്പം പിന്നെ എപ്പോഴും അത് അങ്ങനെ വിജയിക്കണമെന്നില്ല. ആളുകൾ അവരവരുടെ അനുഭവത്തിൽ കൂടി കാര്യങ്ങൾ വിലയിരുത്തും. ഇപ്പോൾ ഈ വന്ന് റീസെൻ്റായിട്ട് ശരിയാ, ആളുകൾ നോക്കിയാൽ ഇത്രയും ഉദ്ഘാടനം നടക്കുന്നു, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു, ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥ സമയത്ത് ഇതൊക്കെ വേണ്ട രീതിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ സമയത്ത് കൊണ്ടുവന്ന് ഈ കതിരെ കൊണ്ട് വളം വെക്കുക എന്ന് നാട്ടുകാർ പറയത്തില്ല, സാധാരണ നാടൻ ഭാഷയിൽ പറയും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തത് എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ആത്യന്തികമായി ഇത് ചെറിയ പ്രയോജനം ചെയ്യുമെങ്കിലും ഒരു വലിയ മാർജിൻ പിന്നെ വലിയൊരു പരാജയം സംഭവിച്ചില്ലെങ്കിലും അത് ഒരു 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 ഭരണവിരുദ്ധ വികാരത്തെ അപ്പാടെ മാറ്റാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭരണവിരുദ്ധ വികാരം പല ആളുകൾക്ക് പല ഇതിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഈ വർഗീയത ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണണം. കഴിഞ്ഞ ഒരു 2-3 തിരഞ്ഞെടുപ്പേ ആയിട്ടുള്ളൂ ഒരു ത്രികോണ മത്സരം കേരളത്തിൽ നടക്കുന്നു. കേരളത്തിലെ 2 മുന്നണികൾ പോലും തമ്മിൽ മത്സരിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പിന്നെ NDA ശക്തമായി രംഗപ്രവേശം ചെയ്തു. BJP ഒരു ശക്തി തന്നെയാണ്. BJP പിന്നെ നമ്മളിപ്പോൾ സവർണ ഹിന്ദുക്കൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയൊരു പെർസെൻറ്റേജ് അവരുള്ളുകൊണ്ട് അവർ പ്രത്യക്ഷത്തിൽ BJP പ്രവർത്തനമൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ മനസ്സ് BJP, അവർക്ക് നരേന്ദ്രമോദിയോട് ഒരു ഭക്തി ഉണ്ട്, അല്ലെങ്കിൽ ഒരു താല്പര്യമുണ്ട്, BJPയോട് ഒരു ആഭിമുഖ്യമുണ്ട്. അതെന്തോ പലരും അവരുടെ ഈ പറഞ്ഞ പ്രചരണ ഇതുകൊണ്ട് വിജയമായിരിക്കാം. ഏതായാലും ആ നിലയിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പരമ്പരാഗതമായി CPM കെട്ടിക്കൊണ്ടിരുന്ന ഈ സവർണ, ഇപ്പം നായർ വോട്ടുകളാണെങ്കിലും ഈഴവ വോട്ടുകളാണെങ്കിലും അതിന് വലിയ ചോർച്ച സംഭവിച്ചത് CPM തെറ്റിദ്ധരിച്ച ഈ വോട്ടുകൾ UDFൻ്റെ മാത്രമേ പോകത്തുള്ളൂ, നമ്മൾ പാർട്ടി വോട്ടുകളൊന്നും അങ്ങനെ പോയില്ല എന്ന് ധരിച്ചു. വെറുതെയാണ്. അത് നല്ലതുപോലെ ചോർന്നു. അത് ഈ അടുത്ത തെരഞ്ഞെടുപ്പിലും ചോരും. പിന്നെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ചിലപ്പോൾ ഡിവൈഡ് ചെയ്യാം. അപ്പോഴും ഭരണവിരുദ്ധ വികാരം കൂടുതലുള്ളവർ ആ വോട്ടർമാർ ചിന്തിക്കുന്നത് സാധ്യത ആൾക്ക് വോട്ട് ചെയ്യുക എന്ന്, ആ ഒരു ഘടകവും ഇവിടെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ BJPക്ക് പിന്നെ CPMൽ നിന്ന് വോട്ട് ചോർച്ച, LDFൻ്റെ വോട്ട് ചോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം വളരെ അതിശക്തനായ ഒരു ഭരണാധികാരി എന്ന ഒരു ഇമേജ് ശ്രീ പിണറായി വിജയനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. ആ ഒരു ഘടകം ഒരു നിസ്സാരമായി തള്ളിക്കളയാനും ആവില്ല. അതിനൊരു ബദൽ എന്ന നിലയിൽ അതിനെ എതിർത്തുകൊണ്ട് ഒരു കൃത്യമായ ഒരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ പ്രതിപക്ഷമായ UDFന് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഈ വന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളത് ശ്രദ്ധിച്ചാൽ അറിയാം. ഈ 2021 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF എന്ന സംവിധാനം ഭയങ്കരമായിട്ട് അടിത്തറ വോട്ടുകൾ നഷ്ടപ്പെട്ടു വല്ലാതെ ദുർബലപ്പെട്ടു പോയിരുന്നു. അത് ആ ഇലക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്ത് മാത്രമല്ല, അല്ലാതെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. അതിനകത്ത് ഈ പറഞ്ഞ 2019 പരാജയത്തിന് ശേഷം CPMും കൂടി അറിഞ്ഞൊരു വലിയ സ്ട്രാറ്റജി നടന്നു. അതായത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ കാഞ്ഞിരപ്പള്ളിയൊക്കെ കേന്ദ്രീകരിച്ച് നടന്ന ഒരു ഇതാണ്. അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് പിന്നെ സീറോ മലബാർ എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നമ്മൾ 10-18% എന്ന് പറയുമ്പോൾ അതിൻ്റെ മേജർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 7%-8% വരുന്ന സീറോ മലബാർ സഭയാണ്. അവരുടെ പിന്നെ ഇടയിൽ
ഒരു മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുന്നതിൽ വളരെ സ്ട്രാറ്റജിക്കലായി ഒരു വർക്ക് നടന്നു. വളരെ ഒരു അതായത് ആസൂത്രിതമായിട്ട്, അതായത് എല്ലാ ചർച്ചസിൻ്റെയും വാട്സാപ്പ് ഗ്രൂപ്പുകൾ മറ്റു കാര്യങ്ങളിലെല്ലാം ചില കണക്കുകൾ വന്നു എന്ന് പറഞ്ഞാൽ ഇത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് എന്നുള്ള മട്ടിൽ ഒക്കെ ഒരു കണക്കുകൾ വന്നിട്ട് അത് ഇവിടെ ഈ വിവേചനം, ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിൽ തന്നെ വിവേചനമുണ്ടെന്നും കംപ്ലീറ്റ് മുസ്ലിംസ് കൊണ്ടുപോവുകയാണെന്നും തൊട്ട് എന്തിന് മുസ്ലിങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു എന്ന് വരെ ഉള്ള നിലയ്ക്കൂടെ ഇത് പോയിട്ട് ഒരു പക്ഷേ നമ്മൾ ഈ തീവ്ര സവർണ ഹിന്ദുക്കളെ ഉള്ളതിനേക്കാൾ കടുത്ത വിരോധമുള്ള സുറിയാനി കത്തോലിക്ക ഈ 2021 തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഭയങ്കര വികാരം. ഇവിടെ എല്ലാവരുടെയും തെറ്റിദ്ധാരണ ഇപ്പോഴും ധരിക്കുന്ന കിയോസ്കേമാണ് ഇപ്പുറത്ത് നിന്നുകൊണ്ടാണ് LDF വോട്ട് വന്നത്. ശുദ്ധമായ അസംബന്ധമാണ്, ശുദ്ധമായ അബദ്ധധാരണയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ വോട്ടുകൾക്ക് വന്ന മാറ്റമാണ്. അവരുടെ അതായത് അന്നാണ് പാലാ ബിഷപ്പിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു, ചങ്ങനാശ്ശേരി ബിഷപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. അതായത് മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയൊക്കെ ആകും എന്നുള്ള നിലക്കൂടുള്ള ഇത് വരുന്നു. അങ്ങനെ കൂടി സുറിയാനി കത്തോലിക്കരിൽ മൊത്തം UDF വന്നാൽ മുസ്ലിം ആധിപത്യമാണ് ഒരു സാധനം ഡെവലപ്പ് ചെയ്തു. അത് അതിൻ്റെ യഥാർത്ഥ തുടക്കം അതിൻ്റെ ഗുണഭോക്താക്കൾ അത് തുടങ്ങി വെച്ചെങ്കിലും പിന്നീട് BJP അത് ഏറ്റെടുത്തു. BJPക്ക് അത് പിന്നെ എന്നത്തേക്കും മുതൽക്കൂട്ടായി. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്തു വന്നു. അങ്ങനെ വന്നത് അതിൻ്റെ തകർച്ച UDFൻ്റെ പരമ്പരാഗത വോട്ടുകളെ, അടിത്തറ വോട്ടുകളെ ബാധിച്ചു. ഈ 2021 ശേഷം വളരെ തന്ത്രപൂർവ്വം ഈ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവായ VD സതീശൻ സാധിച്ചു. അതിനകത്ത് ഓരോ സഭയുടെയും വേദികളിൽ പോയി അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ പാണ്ഡിത്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെമ്മറി പവറും ഒക്കെ വിവരിച്ചെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹം ബൈബിള് കോട്ട് ചെയ്ത് അദ്ദേഹം ഒരു വളരെ സ്ട്രാറ്റജിക്കലായിട്ട് അദ്ദേഹം അവരുടെ ഇടയിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കി ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ UDF നേതൃത്വത്തിനും, അതായത് ഒരു പ്രീണനമല്ലാതെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ അവരുടെ വേദികളിൽ പോയി അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ അസംതൃപ്തി മാറ്റിയെടുത്തു. അതാണ് പിന്നീട് ഇവിടെ ഈ ഭാഗത്ത് ജോസ് കെ മാണിക്ക് തിരിച്ചടി വന്നു, പഞ്ചായത്ത് ഇലക്ഷൻ വന്നു, അല്ലെ മറ്റേ വീണ്ടും പാർലമെന്റ് വോട്ടുകൾ തിരിച്ച് UDF വന്നു. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ പാർലമെൻറ്റിലെ പൊന്നാനിയിലാണോ? അതെ, ആദ്യം നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി സമസ്ത പറഞ്ഞ ആളിനെ വരെ LDF കാൻഡിഡേറ്റായിട്ട് നിർത്തി. LDF ഇലക്ഷന് മുമ്പ് തുടർച്ചയായിട്ട് ഒരു 3 മാസം 35 ദിവസവും മറ്റോ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളും പത്രസമ്മേളനങ്ങളും എല്ലാം മുസ്ലിം ഇഷ്യൂസായിരുന്നു. അവർ അവിടെയാണ് കണക്കൂട്ടൽ പഴച്ചു പോയത്. മുസ്ലിം വോട്ടുകൾ നല്ലപോലെ ലഭിക്കുമെന്ന് ധരിച്ചു. അത് കിട്ടാൻ വേണ്ടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ UDF വോട്ടിൽ വിള്ളൽ വരും, UDFൻ്റെ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളൽ വരും. പക്ഷേ അതുപോലെ തന്നെ 6 ജില്ലകളിൽ ഇത് നടത്തി. നമ്മുടെ ഇതിൻ്റെ പേരിലുള്ള ഈ ഐഡൻറ്റിറ്റി ഇത് വരും, അതിൻ്റെ പേരിലുള്ള റാലി നടത്തി, പാർട്ടി നടത്തി. അങ്ങനെ കുറേ മുസ്ലിം ഇഷ്യൂസിൻ്റെ പേര് പാലസ്തീൻ്റെ പേരിലുള്ള റാലി, അങ്ങനെ കുറേ സെമിനാർ അതിൻ്റെ ഭാഗമായി നടത്തി. അതുപോലെ തന്നെ വളരെ തന്ത്രപൂർവ്വം ഗവൺമെൻറ് കുറേ വർഷം കൊണ്ട് പണിയെടുത്ത് സമസ്തയിൽ ഒരു ഭിന്നതയുണ്ടാക്കി. സമസ്തയിലെ ഒരു വിഭാഗം, സമസ്ത എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗായിരുന്നു മാത്രം ഒരു വോട്ട് ബാങ്ക് പോലെയായിരുന്നു. പക്ഷേ അവിടെ വിള്ളലുണ്ടാക്കി അതിൻ്റെ ലീഡർഷിപ്പിൽ ചിലരെ മുഖ്യമന്ത്രിക്ക് സ്വാധീനിക്കാൻ സാധിച്ചു. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന ആളുകൾ
പിന്നെ അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ട് ഇതൊന്നും ഗുണപ്പെട്ടില്ല ഇലക്ഷന്. അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് ബോധ്യമായിട്ടുണ്ട്. അപ്പം പാർലമെന്റ് ഇലക്ഷനിലും അത് വരെ അത് കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഇനി ഇതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒപ്പം നമ്മൾ പിന്നെ വന്ന കരണം പറയുക എന്ന് പറഞ്ഞ നിലപാടിൽ വന്ന മാറ്റം ഓർക്കണം. അത് കഴിയുമ്പോഴാണ് അൻവറിൻ്റെ പ്രശ്നം വരുന്നത്. അൻവറിൻ്റെ പ്രശ്നം വരുമ്പോൾ ഹിന്ദുവിൽ കൊടുത്ത അഭിമുഖം അതൊക്കെ വളരെ പർപ്പസ്ഫുള്ളി ചെയ്ത് അവിടെയാണ് നമ്മൾ ഈ PR വർക്കിൻ്റെ ഒരു പ്രത്യക്ഷത്തിലേക്ക് വന്നത്. ഇപ്പം ഹിന്ദുവിൽ അഭിമുഖം കൊടുക്കുന്നത് ഇപ്പം പിണറായി വിജയൻ്റെ ഒരു അഭിമുഖം വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മൂളിയാൽ ഈ ഹിന്ദു വേണേ റാം വരും ചെന്നൈയിൽ നിന്ന് എടുക്കും. അതിനു പകരം ഡൽഹിയിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ഏജൻസി ഒരു PR ഏജൻസി അതിൻ്റെ CEO ഉൾപ്പെടെ വന്ന് ഇൻ്റർവ്യൂ എടുക്കുക. ഹിന്ദുവിൻ്റെ ഒരു ലേഖികം വരിക. അവിടെ TK ദേവകുമാറിൻ്റെ മകൻ MLA പുള്ളി നേരത്തെ പ്രശാന്ത് കിഷോറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ദേവകുമാറിൻ്റെ മകൻ വന്നു ഹിന്ദുവിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ട് അത് കൊടുക്കുന്ന കൂടെ ഒന്ന് ഓർത്തു നോക്കിയേ. മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് അഡീഷണൽ ഒരു ഒരു രേഖ കൊണ്ട് കൊടുക്കുകയാണ്. അത് വിവാദമായപ്പോൾ അത് എന്നിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുത്തോ അല്ലെങ്കിൽ ഇത് അങ്ങനെ കൊടുത്തതിൻ്റെ പേര് തള്ളി പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു പ്രൊഫഷണൽ PR ഏജൻസി ഉണ്ടെന്ന് അതുപോലെ തന്നെ BJP മറ്റേ തൃശ്ശൂർ പൂരം കലക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരം കലക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് രാത്രി ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായിരുന്നു MR അജിത് കുമാർ. ADGP MR അജിത് കുമാർ 2 ദിവസം മുമ്പേ അവിടെ ക്യാമ്പ് ചെയ്താണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടുത്തെ ക്രമീകരണത്തിനെന്നും പറഞ്ഞ് നിന്നത്. ഈ MR അജിത് കുമാർ പല കാര്യങ്ങളിലും നേരത്തെ ഉണ്ടായ ഈ നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് സ്വപ്ന സുരേഷിൻ്റെ കേസിലൊക്കെ ഇവരെ ഒന്ന് മയപ്പെടുത്താനൊക്കെ ഒരു ശ്രമം നടത്തിയ ആളാണ് ഈ MR അജിത് കുമാർ. അത്രയും MR അജിത് കുമാർ അവിടെ ആ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വളരെ ക്ലിയറായിട്ടും അദ്ദേഹത്തിൻ്റെ ആ റോളും കാര്യങ്ങളും ഒക്കെ വളരെ പ്രകടമായിട്ട് അത് വളരെ പരസ്യമായി സുനിൽ കുമാറും പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ അവിടെ ഇരുന്ന കളക്ടർ ഇവിടുന്ന് ഈ പൂരം കലക്കൽ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ട്രാൻസ്ഫറായിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുക BJPയുടെ മറ്റേ നോർത്തിൽ പോയിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് അവിടെ അന്ന് മന്ത്രി രാജനുണ്ട്, റവന്യൂ മിനിസ്റ്റർ രാജനാണ് ചുമതല. റവന്യൂ മിനിസ്റ്റർ രാജനും സ്ഥാനാർത്ഥി സുനിൽകുമാറും കൂടെ അവിടെ എല്ലാം പോലീസെല്ലാം വലയം ചെയ്ത് ആരെയും കടത്തിവിടാതെ നടന്നു പോകുമ്പോൾ അവിടെ ആംബുലൻസിൽ കയറി വരുന്ന കൂടെ സുരേഷ് ഗോപി ആ സ്പോട്ടിൽ വന്ന് ഇതെല്ലാം തീരുമാനം എല്ലാം അക്കുന്നു എന്നൊരു പ്രതീതി എല്ലാം പ്രശ്നപരിഹാരത്തിന് എത്തുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ച് സുരേഷ് ഗോപി വരുമ്പോൾ ആ വണ്ടിയിൽ കൂടെ ഇരിക്കുന്ന ഒരാൾ അവരുടെ PR ഏജൻസിയുടെ കേരളത്തിലെ പ്രതിനിധിയാണ്. അപ്പോൾ എല്ലാവരുടെ റോളും കനകോലുവിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം കനകോലു ഇപ്പോൾ അവരുടെ AICCയുടെ പ്രശാന്ത് കിഷോറിൻ്റെ കൂടെയായിരുന്നു കനകോലു. അതിനുശേഷം ഈ കനകോലു പണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടൊന്നും ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് ഈ കനകോലുവിന് മലയാള ഭാഷ പോലും അറിയാതെ പുള്ളിയുടെ റോളാകെ കൂടിയുള്ളത് ഈ ഇവിടുന്ന് സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കണം, അവർക്ക് ഓരോ മണ്ഡലത്തിനും അങ്ങനെ ചില കാര്യങ്ങൾ അയാളുടെ ടീം വന്നിങ്ങനെ ഉണ്ട്. പക്ഷേ അയാൾ യഥാർത്ഥത്തിൽ അയാൾ കർണാടക മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ എന്തോ
ഈ മീഡിയ വിഭാഗത്തിൻ്റെ സെക്രട്ടറിയോ അങ്ങനെ ഒരു ഔദ്യോഗിക പദവി അയക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ AICC മെമ്പറുമാണ്, അതിൻ്റെ കോൺഗ്രസിൻ്റെ ഭാഗവുമാണ്. പക്ഷെ കനകോലുവിൻ്റെ തലയിൽ മറ്റുള്ളവർ ഇത് വെക്കുന്നെങ്കിലും ഈ കനകോലു സത്യത്തിൽ റോള് പരിമിതമാണ്. അയാൾക്ക് മലയാളം ഭാഷ പോലും അറിയത്തി. കേരളത്തിലെ പല നേതാക്കൾക്കും കനകോലുവിന് ദേഷ്യമാണ്. കാരണം ഇയാൾ തെറ്റായ റിപ്പോർട്ട് AICC കൊടുക്കുന്നെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർക്കും വേറെ സംവിധാനമുണ്ട്. വേറെ സംവിധാനമുണ്ട്. പക്ഷേ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും CPM പിന്നെ അണികളാണ്. അവരുടെ സിസ്റ്റം ഉണ്ടല്ലോ, അവരോട് ഇത്ര പേര് ഓരോ സ്ഥലത്ത് ഓരോ ഇപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ സതീശനെതിരെ ഒരു സാധനം ചെയ്യാൻ പറഞ്ഞാൽ അവർ 2-3 ഇത് തുടങ്ങി. അപ്പോൾ അത് മെറ്റ കയറിയിട്ട് അത് റദ്ദാക്കി. അതിനകത്ത് അങ്ങനെ ഈ പരാതിയുള്ള ഇത് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്താൽ അത് റദ്ദാക്കും. അത് കഴിഞ്ഞ് ഒരെണ്ണം കഴിഞ്ഞു, വേറൊരെണ്ണം പുതിയത് തുടങ്ങുക. അപ്പം ഏത് കാര്യത്തിനും അവരൊരു സിസ്റ്റമാറ്റിക് ഒരു മെസ്സേജ് ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഇപ്പോൾ AKI സെൻറ്ററിൽ നിന്ന് ME നികേഷ് കുമാർ ഒരു മെസ്സേജ് കൊടുത്താൽ അത് കേരളത്തിലെ മുഴുവൻ ബൂത്തിലും ഒരേപോലെ അതിന് ആളുകളുണ്ട്. അത് ആ സാധനം അവിടെ വരും. ഇപ്പോൾ സണ്ണി പറഞ്ഞു വന്നതിനെ ഒന്ന് ക്രോഡീകരിച്ചാൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ LDFിൽ നിന്നകന്നു. മുതലാളിത്ത നയമാണ് LDF ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. തന്മൂലം വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യുന്നു. വർഗീയതയോട് അടിസ്ഥാന ജനവിഭാഗങ്ങൾ അകന്നിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മുസ്ലിം ജനവിഭാഗത്തിൽ ഒരു വിഭാഗത്തെ അടുപ്പിക്കാനുള്ള CPIM ശ്രമം വിജയിച്ചില്ല. 2021 തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗങ്ങൾ LDFന് അവിടെ അനുകൂലമായ നിലപാടെടുത്തു. അത് കേരള കോൺഗ്രസ് M LDFിൽ എത്തിയതുകൊണ്ടാണെന്ന് വിലയിരുത്തപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നില്ല. ഒരു വ്യാജമായ ഇസ്ലാം വിരോധം സൃഷ്ടിക്കപ്പെട്ട് അതിൻ്റെ ഫലമായിരുന്നു. അങ്ങനെ ആ ജനവിഭാഗത്തെയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടിയും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടിയും ആ ന്യൂനപക്ഷ വിഭാഗവും UDFിൽ എത്തുകയുണ്ടായി. അങ്ങനെ സതീശൻ പലപ്പോഴും ആവർത്തിച്ച് പറയാറുള്ളത് പോലെ വി ഡി സതീശൻ ആവർത്തിച്ച് പറയാറുള്ളത് പോലെ UDF അടിത്തറ വിപുലപ്പെടുത്തും എന്ന് അദ്ദേഹം പറയാറുണ്ട്. ആ ഒരു രീതിയിൽ UDFിൻ്റെ അടിത്തറ വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് പരമ്പരാഗത വോട്ടുകളെ തിരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടിരുന്നു. അതെ. അതോടൊപ്പം ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷം എല്ലാ കാലത്തും ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള, അതേസമയം നിഷ്പക്ഷ. നമ്മളത് ശ്രദ്ധിക്കേണ്ട, പ്രതിപക്ഷ നേതാവ് പല തവണ പറഞ്ഞു, ഈ പിന്നെ കേരള യാത്ര ഇത് നടത്തിയപ്പോഴത്തേക്ക് പറഞ്ഞു, നിങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ ചിരിച്ച് കാണിക്കണം, അവരെ ഒന്നും നിങ്ങൾ വിമർശിക്കരുത് എന്ന് പറയുന്നത് പകുതി തമാശയായിട്ടാണെങ്കിൽ പോലും ഒരു വിഭാഗം ആളുകൾ വളരെ നിരാശരായ നിശബ്ദരായ അവർ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സച്ചിദാനന്ദൻ പറഞ്ഞത് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗമാണ്. ഒരു തവണ കൂടെ അധികാരത്തിൽ വന്നാൽ ഇപ്പം തന്നെ നമ്മൾ പറയാതെ പോയൊരു കാര്യമുണ്ട്. ഈ പിണറായി വിജയന് ശക്തനാണ്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ശക്തനാണെന്നൊക്കെ പറയുമ്പോഴും ഈ പിണറായി വിരുദ്ധ വോട്ടുകൾ മുൻകാലത്തേക്കാൾ വളരെയധികം പിണറായി വിരുദ്ധർ ഇന്ന് കേരളത്തിലുണ്ട്. അതിന് ഒരു കാരണം ഈ പറയുന്ന ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തിലേക്ക്, അതായത് ഇപ്പോൾ യുവാക്കളുടെ സമരം നടക്കുന്നു, അല്ലെങ്കിൽ കരിങ്കൊടി ആണ്, അപ്പം സമരങ്ങളോട് അതുപോലുള്ള സമീപനം, അത്തരം കാര്യങ്ങൾ എടുത്തിപ്പോൾ രക്ഷാപ്രവർത്തനം എന്നൊക്കെ ചെടിച്ചട്ടിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ കേസാണെങ്കിൽ പോലും അവർ ഇപ്പോൾ പറയുന്നു അവർ ഒരായുധവും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ വെറുതെ 15 ദിവസം യുവാക്കൾ അതിനകത്ത് കിടക്കേണ്ടി വന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇതൊക്കെ ഒരു വിഭാഗം ആളുകളിൽ ഇപ്പം ഇന്നലെ പല ചാനലുകളും അത് ചർച്ച ചെയ്തു. അപ്പോഴൊക്കെ ആളുകൾ ചിന്തിക്കുമെന്ന്, ഇത് വെറുതെ ആ പിള്ളേരെ 5-15 ദിവസം ജയിലിൽ ഇട്ടില്ലേ, അപ്പോൾ പിന്നെ അവർക്കും പബ്ലിക് വിഷ്വൽ കാണുന്നവരല്ലേ, അപ്പോൾ ഇവർ ഇപ്പം ശരിയാണ്, ഞാനും കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്രയും പ്രചരണം വരുന്നു, അതിൽ കുറേ കാര്യങ്ങൾ ചെയ്തതായിരിക്കാം. ഈ നമ്മൾ പ്രൊപ്പഗണ്ട എന്ന് പറയുമ്പോൾ അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗണ്ട ഒരു യുദ്ധമുറ പോലെ ഇതിനകത്തൊരു പ്രചാരണ തന്ത്രമാണ്. അപ്പം
അത് ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ അത് പ്രയോഗിക്കുമ്പോൾ ഇവിടെ അതിനകത്ത് അർദ്ധസത്യങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ റോഡുകൾ പലതും ചില ഭാഗത്തുനിന്ന് വരുന്നവർ പറയും റോഡൊക്കെ നന്നായി. അങ്ങനെ പിന്നെ ഗവൺമെൻറ് ചെയ്ത കാര്യം ഇപ്പം ലൈഫിൽ വീടിൻ്റെ എണ്ണത്തിൻ്റെ അല്ല, പക്ഷേ ആളുകൾ നോക്കുമ്പോൾ അവർക്ക് വീട് കിട്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. ഈ കിഫ്ബി എന്ന് പറയുമ്പോൾ കിഫ്ബി നമ്മൾ ഈ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കിഫ്ബി വഴി നടന്ന കുറേ വികസന വർക്കുകൾ. പിന്നെ ഇവിടെ വരുന്ന ഈ ഇരട്ടത്താപ്പാണ് ഇവർക്ക് മതിപ്പ് നഷ്ടപ്പെടുന്നത്. ആരോഗ്യരംഗത്ത് ഒരുപാട് വിമർശനങ്ങളുണ്ടെങ്കിലും ഒരുപാട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരുപാട് അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യരംഗത്തുണ്ടായിട്ടുണ്ട്. അതേസമയം ആശുപത്രിയിൽ ഈ പറഞ്ഞ സാമ്പത്തിക പരിമിതികൾ കൊണ്ട് പഴയ കാരുണ്യമില്ല, ഹോസ്പിറ്റലിൽ പിന്നെ ഓപ്പറേഷൻ നടക്കുന്നില്ല എന്ന് ഒക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോഴും ഇരട്ടത്താപ്പ് എവിടെയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ സർക്കാർ ആശുപത്രിയിൽ കണ്ടാൽ പിന്നെ അവിടെ ഏറ്റവും വലിയ ഇവിടെ പോകുന്നവനും ഇവിടെ സർക്കാർ ആശുപത്രി ചികിത്സിക്കാൻ തോന്നും എന്ന് പറയുന്ന, അല്ലെ വിദേശത്തേക്കാൾ പിന്നെ മനോഹരമാണ് ഇവിടുന്ന് പറയുന്നവർ വിദേശത്താണ് പോയി ചികിത്സ ചെയ്യുന്നത്. ആ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ. ഇപ്പോൾ ഈ പിന്നെ എന്തുകൊണ്ട് ഇവരൊന്നും ഇവിടെ ചികിത്സിക്കുന്നില്ല? അവരുടെ കാര്യം വരുമ്പോൾ അവർ പറയും പിന്നെ ഇവിടെ ഇതെല്ലാം ഭയങ്കരമാണ് എന്ന് പറയും. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ പൊതുവേ ഇത്തരം കാര്യങ്ങൾ പിന്നെ ഇതെല്ലാം നിഷ്പക്ഷമായി ജനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോഴോ ഇപ്പം മുകുന്ദൻ പല സമയത്ത് അഭിപ്രായങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പുള്ളി പറഞ്ഞു, നിങ്ങൾക്കൊരു അവസരം വരും, നമുക്കൊരു പിന്നെ അവസരമേ ഉള്ളൂ, അത് വോട്ടാണ്. ജനങ്ങളെല്ലാം അവൻ്റെ അഭിപ്രായം പല കാര്യങ്ങളിൽ കണ്ടും കേട്ടും അനുഭവത്തിൽ നിന്നുമുള്ള കാര്യങ്ങൾ മനസ്സിലിങ്ങനെ വെച്ചിരിക്കുകയാണ്. അവൻ അത് പ്രകടിപ്പിക്കുന്നത് വോട്ടെടുപ്പ് വരുമ്പോഴാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ LDF മുമ്പേ നമ്മൾ പറഞ്ഞു വന്ന കാര്യമാണ്. സതീശൻ പറഞ്ഞതിൽ ഇങ്ങനെ നിരാശരായ ഒരുപാട് CPM അണികൾ അവരാഗ്രഹിക്കുന്നത് ഒരു തവണയും കൂടി ഇപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസിനെ അല്ലെ വഴി തടഞ്ഞു നിർത്തി SIയെ തെറി പറയുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകണം. ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ്. എങ്കിലും ഭരണത്തിൽ ഇരിക്കുന്നവർ പക്ഷേ എങ്കിൽ പോലും അതെല്ലാം ഒരു അധികാരം ദുർവിനിയോഗം വല്ലാതെ ആക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം പാർട്ടിയെ ദൂഷിപ്പിക്കും. നമ്മൾ മാത്രമല്ലല്ലോ, ഇപ്പം പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും പല ഘട്ടങ്ങളിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും വിലയിരുത്തി പറഞ്ഞിട്ടുണ്ട് അധികാരത്തിൻ്റെ ഇതിലേക്ക് പോയിട്ട് പിന്നെ അണികൾക്ക് ഇത് സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ തിരുത്തുന്നില്ല എന്ന് മാത്രം. അപ്പം അത്തരമൊരു പിന്നെ രീതിയിൽ ഇനിയും തുടർന്ന് സംഭവിക്കാതിരിക്കാൻ പാർട്ടി ഒന്ന് തോക്കുന്നത് നല്ലതാണെന്ന് ധരിക്കുന്ന ഒരു നല്ല ശതമാനം എനിക്ക് പേരെടുത്ത് അറിയാവുന്നവരുണ്ട്. പക്ഷേ പേരെടുത്ത് ഞാൻ പറയത്തില്ല. ഒത്തിരി പേര് അങ്ങനെ ആ മാറ്റം ആഗ്രഹിക്കുന്നു. അവരൊക്കെ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. അവരിപ്പം തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് മീറ്റിങ്ങിനും പോകും, പ്രസംഗിക്കാൻ പോകും. അപ്പോൾ അവർ സ്വകാര്യമായി പറയുന്നത് പാർട്ടി ഒന്ന് പരാജയപ്പെടണം, അത് നല്ലതാണ് എന്ന് പറയുന്നത്. അത് പാർട്ടി ഈ പുതിയ ഇപ്പോഴത്തെ പാർട്ടി സംവിധാനത്തിൽ വന്ന ഈ 3-4 കാര്യങ്ങളില്ലേ, അത് ഒന്ന് ഒരു മുതലാളിത്ത ശൈലിയിലേക്ക് മാറിയത്, പാർട്ടി മുൻഗണന നഷ്ടപ്പെട്ടത്, പാവങ്ങളോടുള്ള മുൻഗണന നഷ്ടപ്പെട്ടത്, വർഗീയതയോട് കോംപ്രമൈസ് ചെയ്യുന്നത്, ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള ഈ അപജയങ്ങൾ കാരണം പിന്നെ യഥാർത്ഥ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് പേര് ഇതുണ്ട്. പിന്നെ നമ്മളിത് പറയുമ്പോൾ ഇതിനെല്ലാം കുറ്റമറ്റവരാ ഇപ്പുറത്തൊന്നും ധരിക്കാനേ പാടില്ല. നമ്മളിത് പറയുന്നത് ഇവർ ഭരിക്കുന്നവരായതുകൊണ്ട് മാത്രമാണ്. ഇപ്പുറത്ത് ഈ പറയുന്ന ഇതിന് ഈ മുമ്പേ ചോദിച്ച പോലെ ഇപ്പുറത്ത് ഇരിക്കുന്നവർ ഇപ്പോഴും ഈ ആളുകളെ ഇവനൊക്കെ തമ്മിൽ തല്ലുവാണെങ്കിൽ ഇതെങ്ങനെ മാറാനാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പുറത്ത് 3 പേരും 4 പേരും മുഖ്യമന്ത്രിയാണോ എന്നും പറഞ്ഞ് ചിന്തിച്ച്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഇപ്പം തന്നെ കെ. സുധാകരൻ
അവർക്ക് പുള്ളി പറയുന്ന പുള്ളി കണ്ണൂരിനെ രക്ഷിക്കാനൊന്നുമല്ല. പുള്ളിക്ക് KPCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റേണ്ടി വന്നത് പുള്ളിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മെയിൻ പ്രശ്നം ഓർമ്മയില്ല. പുള്ളിയുടെ കുറേ അടുത്ത ആളുകളെല്ലാം കയറി KPCC ഭരിച്ച് കുളവാക്കുന്ന സ്ഥിതി വന്നു. എന്ന് വെച്ചാൽ പുള്ളിക്ക് ഓർമ്മക്കുറവും അനാരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ പുള്ളിക്ക് ഇപ്പോഴും മന്ത്രിയാകണം. UDFന് അധികാരം കിട്ടാൻ പോകുന്നു എന്ന ധാരണയിൽ മന്ത്രിയാകണം. അതിന് വേണ്ടി പുള്ളി പാർലമെൻറ്റിൽ പോയിട്ട് എന്നെ 1.5 വർഷമേ ഉള്ളൂ. പുള്ളിക്കിപ്പം മന്ത്രിയാകണം. അതിന് വിട്ടുവീഴ്ചയില്ല. ഈ രീതിയാണ് കോൺഗ്രസ്സുകാർ. അപ്പം ഇതിനെ മാറ്റിയ ഇതാണല്ലോ എന്ന് ധരിക്കുന്ന ഒരു അവസ്ഥ ഇവരായിട്ടുണ്ടാക്കിയാൽ അതും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അപ്പോഴും നിലപാടുകളുള്ളവരെ അംഗീകരിക്കുള്ളൂ. ആ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ സതീശൻ്റെ ചില നിലപാടുകൾ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ വിമർശിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ എടുത്ത നിലപാടുകളും കാര്യങ്ങളും നിഷ്പക്ഷമതികൾക്ക് താല്പര്യം. അങ്ങനെയാണ് പുള്ളിയുടെ ഒരു ഗ്രാഫ് ഉയർന്നത്. പിന്നെ അവിടെ രമേശ് ചെന്നിത്തല പരിചയസമ്പന്നനാണ്, കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ കേൾക്കുന്നു ചിലപ്പോൾ ആ സമയത്ത് KC വേണുഗോപാലിന് ആഗ്രഹമുണ്ട് അദ്ദേഹത്തെ രാഹുൽ ഗാന്ധിയായിട്ടുള്ള അടുപ്പം വെച്ചിട്ട് ഇങ്ങോട്ട് നിയോഗിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളുണ്ട്. അപ്പം കോൺഗ്രസ്സിൽ ആ കാര്യത്തിൽ എപ്പോഴും ഈ അധികാരക്കിട മത്സരം ഒരു ഭയങ്കര അവരെ തന്നെ വെട്ടിത്തോപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ ചില ആളുകളുടെ വ്യക്തിപരമായ അഴിമതികൾ, ഇത് ഇപ്പോഴത്തെ സ്വജനപക്ഷപാതവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം, അതായത് ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരത്തിന് മാത്രമേ ഈ ഭരണമാറ്റത്തിന് സാധ്യത, മറുഭാഗത്തിൻ്റെ മേന്മ അവകാശപ്പെടാൻ പറ്റത്തില്ല. അതായത് ശക്തമായൊരു ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ടെങ്കിൽ ഈ ഭരണമാറ്റം സംഭവിക്കാം, LDF പരാജയം സംഭവിക്കാം, UDF അധികാരത്തിലെത്താം. അതാണ് ആത്യന്തികമായി. പിന്നെ വേറെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ സമീപകാലത്ത് കണ്ടത് ഒരിക്കലും ഇല്ലാത്തതുപോലെ, അത് ചിലപ്പം 10 വർഷം പുറത്തിരുന്നുകൊണ്ടായിരിക്കാം, സംഘടന ചലിച്ചു. UDFൻ്റെ കോൺഗ്രസിൻ്റെ, UDF എന്ന് പറയാനില്ല, മുസ്ലിം ലീഗും കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. ഈ K ജോസഫ് എന്നൊന്നും പറയുന്നില്ല, വ്യക്തികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസിൻ്റെയൊക്കെ അണികളും സംഘടന നല്ലപോലെ ചലിച്ചു. അവർക്ക് അതിൻ്റെ ഭാഗമായിരുന്നു ഈ പുതിയ യാത്രയൊക്കെ നല്ല ജനപങ്കാളിത്തം ഉണ്ടാക്കാനും ഒക്കെ പറ്റി. അപ്പോൾ അത് നല്ല രീതിയിൽ അവർക്ക് സംഘടിപ്പിക്കാൻ പറ്റി. അത് ഒരു പക്ഷേ ഈ അധികാരമില്ലാതെ 10 വർഷം ഇരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതും വരും, മാറ്റണമെന്നുള്ള ഒരു ആവേശം. ഏതായാലും ഇപ്പം ഇടതും വലതും ഒന്നും സത്യത്തിൽ പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. ഇടതുപക്ഷ സ്വഭാവം എവിടെയും കാണാനില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലുള്ള ഒരവസ്ഥ. അതായത് ഇത്രയും കാലം. താങ്ക് യു.